മിഞ്ചീസ് വ്ളോഗിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ചങ്ങായിമാർക്കും സ്വാഗതം. നമ്മളിന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ പൂക്കള മത്സരത്തിന് വേണ്ടിയിട്ട് കുറേ ആൾക്കാരിട്ട പൂക്കളാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും നമ്മളെ കാണിച്ചു തരുന്ന പൂക്കളെല്ലാം കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായം നമ്മളെ അറിയിക്കണം. എല്ലാവരും താഴെ വന്നിട്ട് കമൻറ്റ് എഴുതിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പൂക്കൾ ഏതാണെന്നുള്ളത് നിങ്ങൾ ഓർത്തോർത്ത് പറയണേ. കാരണം നമ്മളിത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് പോയെടുത്തിന്. കാരണം ഇതൊന്നും നമുക്ക് എടുക്കാൻ പറ്റൂല. ഇതെല്ലാം വേറെ വേറെ വലിയ വലിയ ആൾക്കാരെ എടുത്ത വലിയ വലിയ പൂക്കളേനു. നമ്മൾ ചെന്ന് ഓരോട് ചോദിച്ചു നമ്മൾ എടുക്കട്ടെ എന്ന്. അപ്പോൾ ഓർ പറഞ്ഞ് നിങ്ങൾ എടുത്തോ, പക്ഷേ എങ്കിൽ പുറത്തൊന്നും വിടരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്നിട്ട് എന്ത് ചെയ്യാനാന്ന്. പക്ഷേ നമ്മളെ സ്വന്തം പ്രേക്ഷകരായി നിങ്ങളെ കാണിച്ചിട്ടില്ലേ പിന്നെ ഞമ്മക്ക് എന്താ അതിനകത്ത് ഉള്ള കാര്യമോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയട്ടെ. അല്ലേ, മിഞ്ചീസ് വ്ളോഗ് എന്നും പറഞ്ഞ് എല്ലാ ദിവസവും 3 നേരം എൻ്റെ ലൈവിൽ വരുന്ന ആൾക്കാരില്ല നിങ്ങളല്ലാണ്ട് എനിക്ക് വേറെ ആരുള്ള ഈ ലോകത്ത് ചെങ്ങൈമാരായിട്ട്. അപ്പം നിങ്ങളെ കാണിച്ചില്ലേ പിന്നെ എനിക്ക് എന്ത് ഓണപ്പൂക്കളോ എന്ത് അത്തപ്പൂക്കളോ നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറ. നിങ്ങളെന്നെ പറ. ഞാൻ ഇത് നിങ്ങളെ കാണിച്ചില്ലെങ്കിൽ എത്ര നിങ്ങൾ തന്നെ എന്നെ കുറ്റം പറയൂല. നാളെ നിങ്ങൾ പറയില്ലേ ഓനെന്തിന്നാന്ന് അല്ലെങ്കിൽ ഓളെന്തിന്നാന്ന് ഈ മിഞ്ചീസ് വ്ളോഗിൻ്റെ ഓളെന്തിന്നാണപ്പാ ഇങ്ങനെ ഒരുപാട് പൂക്കളം കണ്ടിട്ട് ഓളപ്പാട് നമ്മളെ കാണിക്കാനി നമ്മളൊക്കെ ആരെ വേറെ കാണിച്ചു തരാനുള്ള ഇതുപോലെ അല്ലേ. നിങ്ങളൊന്ന് നോക്കിയട്ടെ എന്തോരം എത്ര നല്ല നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് ഓരോരുത്തർ ഇട്ടിട്ടുള്ളത് നോക്കിയട്ടെ. ഓണാശംസകളിൽ കുറേ ആൾക്കാർ എഴുതിയും വെച്ചിട്ടുണ്ട്. കഥകളിയുണ്ട്, താമരയുണ്ട്, എന്തെല്ലാന്ന് കർഷകനുണ്ട്, കലപ്പയുണ്ട്, എന്തെല്ലാന്നോ കലാപരമായിട്ട് വരക്കാൻ പറ്റുമോ അതെല്ലാം വരച്ച് കൂട്ടിയിട്ടുണ്ട്. പൂക്കളുടെ കൂടെ തൃക്കാക്കരപ്പം എന്നെല്ലാം പറഞ്ഞിട്ട് ഇടുന്നില്ലപ്പം. അത് അങ്ങോട്ട് തെക്കോട്ടെല്ലാം പോകുമ്പം കാണുന്നില്ല. എറണാകുളം മുതൽ അങ്ങോട്ട് കാണുന്ന ആരെല്ലാം വെച്ചിട്ടുണ്ട് ചില ആൾക്കാർ. ഓരോ ആൾക്കാരും മറ്റേ ചെരാത് പോലത്തെ സാധനത്തിനകത്ത് തിരിയും കത്തി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങളെ കാണിച്ചിട്ടില്ലേ പിന്നെ ഞാൻ ഇതെല്ലാം ആരെ കൊണ്ടേ കാണിക്കുക. നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. കാരണം മിഞ്ചീസ് വ്ളോഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ പ്രിയപ്പെട്ട ചാനൽ നടത്തുന്ന ഞാനൊരു പൂക്കളം കണ്ടിട്ട് നിങ്ങളെ കാണിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ നാളെ എന്നാ പറയാ? നിങ്ങൾ നാളെ വേറൊരാളോട് പറയുമ്പോൾ നിങ്ങൾ പറയൂലേ ആ മിഞ്ചീസ് വ്ളോഗിൻ്റെ ഓള് ചെയ്ത പണി കണ്ടാ, ഓള് നല്ല പൂക്കളം കണ്ട് നമ്മളെ കാണിച്ചെന്നില്ലപ്പാ. ഇങ്ങനെ കാണുന്ന കാഴ്ചയെല്ലാം ഷെയർ ചെയ്യാനല്ലേ നമ്മളെല്ലാം ഓരോ കൂട്ടുകാരായിട്ട് ഇരിക്കുന്നത് നിങ്ങൾ തന്നെ പറയൂലേ? ശരിയല്ലേ ഞാൻ പറയുന്നത്? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയട്ടെ. ശരി തന്നെയല്ലേ? തുമ്പയുണ്ട്, കാശിത്തുമ്പയുണ്ട്, എല്ലാം ഉണ്ട് പൂക്കളത്തിനുണ്ടാ. വള്ളവും വലയുണ്ട്, തെങ്ങും തേങ്ങയുണ്ട്, നെൽച്ചക്രം പോലെയുണ്ട്. ഓരോരുത്തരെല്ലാം തന്നല്ല വരച്ചിന് ഓരോരുത്തരുടെ കലാവാസന പുറത്ത് കാണിക്കാൻ കിട്ടിയ അവസരം ആരും വെറുതെ കളഞ്ഞിട്ടില്ലെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. കാരണം നന്നായിട്ട് തന്നെ ചെയ്തിന്. അപ്പം ഇതെല്ലാം ഓരോ 2-3 ദിവസത്തെ മെനക്കേടല്ലേ ഇങ്ങനെല്ലാം ചെയ്യേണ്ടെങ്കിൽ അല്ലേ. കാരണം നമ്മൾ ആദ്യം പൂ വാങ്ങാൻ പോകുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ വേണ്ടേ എന്തെല്ലാം പൂ മേടിക്കണമെന്ന്. അങ്ങനെ ഐഡിയ ചിത്രം വേണം. ആ ചിത്രത്തിന് വേണ്ടി മാച്ച് ചെയ്യുന്ന കളർ ഏതെല്ലാം ആദ്യം തന്നെ തീരുമാനിക്കണം. ആ തീരുമാനിച്ച കളർ വെച്ചിട്ട് വേണം ഇതെല്ലാം വരയ്ക്കാൻ. വരച്ചതിന് ശേഷം അതേത് കളറിൽ പൂ കിട്ടിയിട്ടില്ലെങ്കിൽ കളർ പൊടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇലകളെല്ലാം നുറുക്കി വേണം. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടൊന്ന് പറയണേ. എല്ലാവർക്കും ഓണാശംസകൾ കേട്ടാ.